ഇന്ന് ഡിസംബർ 24. ഛത്തീസ്ഗഡിൽ ഹൈന്ദവ സംഘടനകൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്ന ബന്ദ് തുടരുകയാണ്. ബസ്തർ മേഖലയിലും റായ്പൂരിലുമെല്ലാം ക്രൈസ്തവർ കടുത്ത ഭീതിയിലാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരഭാരതത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ വേദനാജനകമാണ്, സ്തോഭജനകമാണ്. ഈ ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവർക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറുന്നു. RSS, BJP, ബജ്രംഗ് ദൾ, സംഘപരിവാരത്തിന്റെ എല്ലാ പ്രസ്ഥാനങ്ങളും ക്രൈസ്തവർക്കെതിരെ അസഹിഷ്ണുതയോടെ ആക്രോശവും അക്രമവുമായി രംഗത്തെത്തിയിരിക്കുന്നു. മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരെയും കണ്ണീരണിയിച്ച ഒരു കാഴ്ച മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തി. അന്ധരായ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു ക്രിസ്തീയ സ്ഥാപനം, അവിടെ കാഴ്ചപരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു ക്രിസ്മസ് പ്രോഗ്രാം, അവിടേക്ക് ഇടിച്ചു കയറിയ BJP-ക്കാർ ആ ചടങ്ങ് അലങ്കോലമാക്കി. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചപരിമിതിയുള്ള ഒരു പാവം സഹോദരിയെ BJP-യുടെ നേതാവായ ഒരു സ്ത്രീ അതിക്രൂരമായി ഉപദ്രവിക്കുന്നു. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തക കൂടെയായ ഒരു വനിതാ നേതാവിന് ഇത്രമാത്രം ക്രൂരത കാണിക്കുവാൻ സാധിക്കുന്നത്? സംഘപരിവാരത്തിന്റെ പ്രവർത്തകരിലെ വെറുപ്പിന്റെ ആഴം തിരിച്ചറിയുവാൻ ആ ഒരൊറ്റ കാഴ്ച മാത്രം മതി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച ജ്യോതി ശർമ്മയെ പോലെ കലിബാധിച്ച ഒരു സ്ത്രീ രൂപമായിരുന്നു ഇവിടെയും നമ്മൾ കണ്ടത്. BJP-യുടെ സിറ്റി വൈസ് പ്രസിഡന്റ് പദവിയിലുള്ള അഞ്ജു ഭാർഗവ എന്ന സ്ത്രീയാണ് അന്ധയായ സ്ത്രീയുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ആക്രോശിക്കുന്നത്. മതപരിവർത്തനം തന്നെയാണ് പതിവ് പോലെ ഇവിടുത്തെയും ആരോപണം. വിഡ്ഢിവേഷം കെട്ടിയ മധ്യപ്രദേശ് പോലീസുകാർ നോക്കി നിൽക്കെയാണ് ഈ ക്രൂരത അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ ഒരു നഗരത്തിലെ തെരുവിൽ ക്രിസ്മസ് തൊപ്പികളും മറ്റ് അലങ്കാര വസ്തുക്കളും വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരെ ഹിന്ദു തീവ്രവാദികൾ അധിക്ഷേപിക്കുന്നതും കച്ചവടം ഉപേക്ഷിച്ചു പോകുവാൻ ആവശ്യപ്പെടുന്നതുമായ വീഡിയോ നമ്മൾ കണ്ടു. അസഹിഷ്ണുതയുടെ മറ്റൊരു കാഴ്ച. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ക്രിസ്ത്യൻ വസ്തുക്കൾ അനുവദിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാറിലെത്തിയ സംഘം വഴിയോര കച്ചവടക്കാരെ ആട്ടി ഓടിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും BJP-യോ അവരുടെ പ്രമുഖ നേതാക്കളോ അറിഞ്ഞുണ്ടാകുന്നതല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെ വാദിക്കുന്നവരുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടെ പറയാം. ക്രിസ്മസിന് സ്കൂളുകൾക്ക് പതിവുള്ള അവധി നിഷേധിച്ച് ക്രിസ്മസ് ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷം സ്കൂളുകളിൽ സംഘടിപ്പിക്കുവാനും അതിൽ വിദ്യാർത്ഥികളെ നിർബന്ധപൂർവം പങ്കെടുപ്പിക്കുവാനും ഉത്തർപ്രദേശിലെ യോദി സർക്കാരിന്റെ തീരുമാനം അസഹിഷ്ണുതയുടെയും ക്രൈസ്തവരോടുള്ള എതിർപ്പിന്റെയും ഗവൺമെന്റ് സ്പോൺസേർഡ് പ്രോഗ്രാമാക്കി ഇത് മാറ്റി എന്നുള്ളതിന്റെ തെളിവാണ്. മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം ഗാസിയാബാദിൽ നിന്നാണ്. അവിടെ ഒരു സഭയിലെ പ്രാർത്ഥനയിലേക്ക് അതിക്രമിച്ചെത്തിയ സത്യാനിഷ്ഠ അസാധു എന്ന ഭീകരൻ അവിടുത്തെ പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുന്നതും ക്രൈസ്തവ വിശ്വാസത്തെയും ബൈബിളിനെയും യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പോലും അധിക്ഷേപിക്കുന്നതുമായ കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ അയാൾക്കെതിരെ പേരിനൊരു കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തു പ്രയോജനം? പ്രാർത്ഥനാ ചടങ്ങിലേക്ക് അതിക്രമിച്ചെത്തിയ ഇയാളും അനുചരന്മാരും പാസ്റ്ററെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത സ്ത്രീകളെയും അയാൾ അധിക്ഷേപിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് സ്വദേശിയായ സാനിയൂർ റഹ്മാൻ എന്നയാളാണ് മതം മാറി ശ്രീ സത്യാനിഷ്ഠ ആര്യ എന്ന പേര് സ്വീകരിച്ച് സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അക്കൗണ്ടുകൾ വഴി ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷ പ്രചാരണം നടത്തി വരുന്നത്. ഇയാൾക്ക് ചില തീവ്ര ഹിന്ദു സംഘടനകളുമായി ബന്ധമുണ്ട്, അവരുടെ പിന്തുണയുണ്ട് എന്ന റിപ്പോർട്ടുമുണ്ട്. ഇനി നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് വരാം. സർവ സമാജ് എന്ന പേരിൽ ഹിന്ദു സംഘടനകൾ സംയുക്തമായി പത്രസമ്മേളനം നടത്തിയാണ് ഛത്തീസ്ഗഡ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാരും അവരുടെ മതപരിവർത്തന പ്രവർത്തകർക്കുമെതിരെ എന്ന് പറഞ്ഞ് നടത്തുന്ന ബന്ദ് വ്യാപകമായ അക്രമങ്ങൾ നടത്തുവാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ബന്ദിന് ആധാരമായ സംഭവം ഒരാഴ്ചയ്ക്ക് മുമ്പ് കാങ്കർ ജില്ലയിൽ ഒരു ആദിവാസി ക്രിസ്ത്യാനിയുടെ സംസ്കരിക്കപ്പെട്ട ശവശരീരം പുറത്തെടുക്കുവാൻ നടത്തിയ സംഭവങ്ങളെ തുടർന്നുണ്ടായ വലിയ സംഘർഷമാണ്.
ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷത്തെ തുടർന്ന് ശവം പുറത്തെടുക്കുവാനുള്ള ശ്രമത്തെ ഭീം ആർമി പ്രവർത്തകർ തടയുകയും പ്രതിരോധം തീർക്കുകയും ചെയ്തു. ഭീം ആർമി രംഗത്തെത്തിയതോടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ കലാപമായി തന്നെ ഇത് മാറി. പ്രാദേശിക പെന്തക്കോസ്ത് സഭകൾ പോലീസ് നോക്കി നിൽക്കെ തല്ലി തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. അംബേദ്കർ അനുയായികളായ ഭീം ആർമി ഛത്തീസ്ഗഡിൽ പല ഭാഗത്തും ഹിന്ദു തീവ്ര സംഘടനകൾക്കെതിരെ കായികമായി തന്നെ രംഗത്തെത്തിയതോടെ അല്പം പിന്നോട്ട് മാറിയിരിക്കുന്ന ഹിന്ദു സംഘടനകൾ ബന്ധും മറ്റും നടത്തി അക്രമങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണ്. ഇവിടെ ഉയരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ക്രൈസ്തവർ തിരിച്ചടിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കുവാനാകും? ഈ മേഖലകളിലെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം, വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും അവർക്ക് അല്പം ഉയർച്ച ഉണ്ടായപ്പോൾ അതിനെ ഉൾക്കൊള്ളാനാവാത്ത സവർണ ഹിന്ദുക്കളാണ് ബജ്രംഗ് പോലെയുള്ള സംഘടനകളെ ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ഇങ്ങനെ നിരന്തരമായി ആക്രമിക്കപ്പെട്ട് സഹികെട്ട ഗതികെട്ട അവസ്ഥയിലെത്തിയപ്പോൾ അവർ ജീവിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി തിരിച്ചടിക്കേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. അപ്പോൾ തന്നെ ആ അവസരം മുതലെടുക്കുവാൻ ഭീം ആർമി പോലെയുള്ള സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർക്കുക, ഭീം ആർമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. അവർ ഇവിടുത്തെ സവർണ വർഗീയതയ്ക്കെതിരെ, ഹൈന്ദവ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്ന അംബേദ്കറുടെ അനുയായികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ അവസരം മുതലെടുക്കുന്നു എന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയേണ്ടതില്ല. കാരണം ക്രൈസ്തവരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവരവരുടെ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരികയാണ്. ഈ മേഖലയിലെല്ലാമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇപ്പോൾ ഭീം ആർമിയുടെ ഭാഗമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അടിസ്ഥാനപരമായി ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് ആ മേഖലയിലെ ക്രൈസ്തവരെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഇവിടെ അക്രമത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്, തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ക്രൈസ്തവികമായ ഒരു കാര്യമേ അല്ല. ബൈബിളിന്റെ ആശയം അതല്ല, ക്രിസ്തു പഠിപ്പിച്ചതല്ല. ഒരു ചെകിടത്തടിക്കുന്നവന് മറുചെകിടും കാണിച്ചു കൊടുക്കുവാൻ ഉപദേശിച്ച യേശുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവർ, അതിനുവേണ്ടി നിലകൊള്ളുന്നവർ തിരിച്ചടിക്കുവാൻ തുടങ്ങിയാൽ ഈ കാര്യങ്ങൾ എവിടെ പോയി നിൽക്കും എന്നുള്ളതും, നമ്മുടെ ആശയങ്ങൾ അതോടെ പൊളിഞ്ഞു പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പോൾ തന്നെ ആ മേഖലയിലെ ക്രൈസ്തവർ, ആദിവാസികൾ, അവർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഏതെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകേണ്ടേ? ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും നിയമവും നിയമവ്യവസ്ഥയും പോലീസും എല്ലാം അവർക്കെതിരായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജനത എന്തു ചെയ്യുമെന്നുള്ളൊരു ചോദ്യമാണ് ആ മേഖലയിൽ നിന്ന് ഉയരുന്നത്. മറ്റൊരു കാര്യം കൂടെയുണ്ട്. ആ മേഖലയിൽ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ക്രൈസ്തവരായിരിക്കുന്ന പല ആളുകളും നേരത്തെ നക്സലുകളായിരുന്നു, നക്സൽ പ്രവർത്തകരായിരുന്നു. അവർ രക്ഷിക്കപ്പെട്ട്, അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ച്, അവർ ക്രൈസ്തവരായി, അവരുടെ സ്വഭാവം മാറ്റി, ഭീകരപ്രവർത്തനങ്ങൾ മാറ്റി, അവർ രാജ്യത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി, സാധുക്കളായി, വിശ്വാസികളായി അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്ന് ബൈബിളും എടുത്തുകൊണ്ട് നടക്കുന്ന ഈ പാവങ്ങളെയാണ് പ്രൊവോക്ക് ചെയ്ത് അവരെ വീണ്ടും ആയുധമെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി മലയാളികളായിട്ടുള്ള പ്രവർത്തകരെ വിളിക്കുകയും ഈ ദിവസങ്ങളിൽ സംസാരിക്കുകയും ചെയ്തു. അവരെല്ലാം വലിയ വേദനയിലാണ്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഭീം ആർമി വന്ന് ക്രൈസ്തവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് പലപ്പോഴും ഈ മലയാളികളുമായി ബന്ധമില്ലാത്ത മേഖലകളിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മലയാളികളായ ലീഡേഴ്സ് ഉള്ള, പ്രവർത്തകരുള്ള മേഖലകളിൽ അവരുടെ വിശ്വാസികളെ ഒരിക്കലും ആക്രമണ മാർഗത്തിലേക്ക് തിരിയാതിരിക്കുവാൻ, അതിൽ നിന്ന് തടയുവാൻ മലയാളികളായിട്ടുള്ള സുവിശേഷകർ എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളിലുള്ള പുതിയ
ക്രൈസ്തവ സഭകൾ അല്ലെ അവിടെയുള്ള വിശ്വാസികൾ അവരെയൊക്കെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കുവാനും പ്രാദേശികമായ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആദിവാസി സമൂഹങ്ങളിൽ നിന്ന് നേരത്തെ നക്സൽ പ്രവർത്തകരൊക്കെ ആയിരുന്നവർ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ക്രൈസ്തവരായി മാറിയിരിക്കുന്നവരെ കോർഡിനേറ്റ് ചെയ്യുവാനും ഭീം ആർമിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഭീം ആർമി ശക്തി പ്രാപിക്കുമ്പോൾ, അവിടെ തിരിച്ചടികൾ നൽകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി വലിയതാണ്. ക്രൈസ്തവർ അതുമൂലം നേരിടുവാൻ പോകുന്ന പ്രതിസന്ധി സമാനതകളില്ലാത്തതായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കുക, ആ മേഖലയിലെ ക്രൈസ്തവർക്കെതിരെ ഉയരുന്ന വെല്ലുവിളികൾ, ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ഭീകരപ്രവർത്തകർ നടത്തുന്ന ഈ വെല്ലുവിളികളും അക്രമങ്ങളും കണ്ടില്ലെന്ന് നടിക്കുവാൻ എത്ര കാലം ഈ രാജ്യത്തിന് സാധിക്കും? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യമില്ലേ? ആദിവാസിക്ക് എന്താ അവന്റെ അഭിപ്രായത്തിനനുസരിച്ച് മതം മാറുവാൻ അവകാശമില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ദീർഘനാളുകളായി നമ്മൾ ഉയർത്തുന്നതാണ്. ഈ ചോദ്യങ്ങളുടെ എല്ലാം മുന്നിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന ഭരണകൂടവും ഇവിടെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും അനുമതി നൽകുന്ന ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഛത്തീസ്ഗഡ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലം ഉത്തരേന്ത്യയിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളുടേതാണ്. അപ്പോൾ തന്നെ ഈ ഛത്തീസ്ഗഡിൽ പോലും പല പട്ടണങ്ങളിലും വലിയ നിലയിലുള്ള ജനപങ്കാളിത്തത്തോടെ ക്രൈസ്തവർ തെരുവിലിറങ്ങി ആഘോഷങ്ങൾ നടത്തുന്നതും പരേഡ് നടത്തുന്നതും നമ്മൾ കണ്ടു. അവർ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, അവർ പാട്ടുകൾ പാടുന്നുണ്ട്. ഈ പ്രതിസന്ധികളുടെ എല്ലാം മധ്യത്തിലും അവർ തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ഉറച്ചു പറയുവാനും തുറന്നു പറയുവാനും തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുവാനും തയ്യാറായിരിക്കുന്നു എന്നുള്ളതും ഭാവി ഏത് നിലയിൽ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്കകൾക്ക് ഒരുപക്ഷെ അടിസ്ഥാനമില്ല എന്ന് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ രാജ്യം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വലിയ വിഷമകരമായ സാഹചര്യങ്ങളാണ്. ക്രൈസ്തവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു. ഈ രാജ്യത്തിൻ്റെ യശസ് അന്താരാഷ്ട്ര തലങ്ങളിൽ ഇല്ലാതെയാക്കുന്ന പ്രവർത്തികളാണ് ഈ ഹൈന്ദവ ഭീകര സംഘടനകൾ നടത്തുന്നതെന്ന് ഭരണകൂടവും അതിൻ്റെ ആളുകളും തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ രാജ്യത്തോട് കരുണ കാണിക്കട്ടെ.